അമീബിക് മസ്തിഷ്ക ജ്വരം സംബന്ധിച്ച വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട പ്രതിപക്ഷം. പൊതുജനാരോഗ്യത്തിന്റെ വിഷയമായതിനാലും നിരവധി സംശയങ്ങൾ മസ്തിഷ്ക ജ്വരവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നതിനാലും ചർച്ചയാവാമെന്ന് സർക്കാരും. ഇതിന്റെ വസ്തുതകളും യാഥാർത്ഥ്യങ്ങളും ഈ സഭയും കേരളത്തിന്റെ പൊതുസമൂഹവും അറിയേണ്ടതുണ്ട് എന്നതിനാലും ഇത് ചർച്ച ചെയ്യുന്നതിന് തയ്യാറാണ് സർ. 12 മണി മുതൽ 2 മണി വരെ ചർച്ച. സർക്കാരിനെ കടന്നാക്രമിച്ച വിഷയം അവതരിപ്പിച്ച എൻ ശംസുദ്ദീൻ. ഒന്നാമത് എന്ന തള്ള് അപകടകരമാണെന്ന മുന്നറിയിപ്പ് ഞാൻ നൽകുകയാണ്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞതല്ല, ഉപനേതാവ് പറഞ്ഞതല്ല, രാജീവ് സദാനന്ദന്റെ വാക്കുകളാണ്. ആരോഗ്യ സംവിധാനം ഇപ്പോഴും പ്രാകൃതമായ അവസ്ഥയിലാണ്. ആര് പറയണേ? രാജീവ് സദാനന്ദൻ പറയുകയാണ്. ആരോഗ്യമന്ത്രിയെ സംരക്ഷിച്ച ഭരണപക്ഷ നിരയിൽ നിന്നും MLA-മാർ എഴുന്നേറ്റു. മെഡിക്കൽ വിദ്യാഭ്യാസ സൗകര്യം മെച്ചപ്പെടുത്തിയ സംസ്ഥാന ഗവൺമെന്റാണ് ഈ ഗവൺമെന്റ്. ചികിത്സാ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തിയ ഗവൺമെന്റാണ് ഈ ഗവൺമെന്റ്. കുടുംബാരോഗ്യ കേന്ദ്രം എന്ന കോൺസെപ്റ്റ് UDF-ന്റെ ഭാഗത്തില്ല. LDF-ന്റെ കാലത്ത് 888 കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ, ഫാമിലി ഹെൽത്ത് സെന്ററുകൾ. സംസ്ഥാനത്തിന്റെ ആരോഗ്യ മേഖല വെന്റിലേറ്ററിലാണെന്നും പരിതാപകരമായ അവസ്ഥയാണ് എന്നും പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ വിമർശനം. അപകടകരമായ നിലയിലേക്ക് കേരളത്തിലെ പബ്ലിക് ഹെൽത്ത് പോവുകയാണ്. പബ്ലിക് ഹെൽത്ത് വളരെ മോശമായി പോവുകയാണ്. ഗൗരവതരമായ പഠനം നടത്തി അതിന് പരിഹാരമുണ്ടാക്കിയില്ലെങ്കിൽ ഈ ആരോഗ്യ കേരളത്തെ വെന്റിലേറ്ററിൽ നിന്ന് രക്ഷിക്കണ്ടേ? ഈ അമീബിക്ക് മസ്തിഷ്ക ജ്വരം എങ്ങനെയാണ് ഗവൺമെന്റ് കൈകാര്യം ചെയ്യുന്നതെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. രേഖകൾ ഉയർത്തിക്കാട്ടി ഉയർന്ന വിമർശനങ്ങൾക്ക് മറുപടിയുമായി മന്ത്രി വീണ ജോർജ്. ബഹുമാന്യനായിട്ടുള്ള പ്രമേയ അവതാരകൻ, അങ്ങയുടെ മണ്ഡലം തന്നെയാണ് അട്ടപ്പാടി മേഖലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ യോഗത്തിൽ ക്യാമ്പയിൻ ഫലപ്രദമായി നടക്കുന്നത് സംബന്ധിച്ച് നിർദ്ദേശം നൽകുകയും ചെയ്തു. അങ്ങ് മണ്ഡലത്തിലില്ലേ സാർ? ഇതൊക്കെ അറിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ് സാർ? ബഹുമാനപ്പെട്ട പ്രതിപക്ഷാംഗങ്ങൾ ഓരോരുത്തരുടെയും നിയോജക മണ്ഡലങ്ങളിൽ, ഓരോരുത്തരുടെയും ജില്ലകളിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഡോക്യുമെന്റ് ആണ് സാർ ഇത്. അടിയന്തര പ്രമേയത്തിൽ സംസാരിച്ച ഭൂരിഭാഗം ആളുകളും കൂടുതൽ സമയവും ചെലവഴിച്ചത് രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾക്കാണ്. 2 മണിക്കൂറത്തെ ചർച്ച അവസാനിക്കുമ്പോൾ അമീബിക് മസ്തിഷ്ക ജ്വരം സംബന്ധിച്ച ആശങ്ക പരിഹരിക്കാൻ എന്തുണ്ടായി എന്നുള്ളതാണ് ചോദ്യം. ന്യൂസ് അവയിൽ നിന്നും മൽത്തേൻ മർവിൽ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.